അപ്പോൾ ആദ്യം നമ്മളൊരു തേങ്ങ എടുക്കുന്നുണ്ട്. നന്നായിട്ട് ഉണങ്ങിയ തേങ്ങയാണ്, നല്ല മുഴുത്ത നല്ല വലിയ തേങ്ങയാണ് നമ്മൾ സെലക്ട് ചെയ്തെടുത്തത്. നല്ല ഷേപ്പുള്ള നല്ല വലിയ തേങ്ങ. ഈ തേങ്ങ നമുക്കൊന്ന് പൊതിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ തേങ്ങ പൊതിച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ നമ്മൾ നമ്മുടെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ചകിരിയാണ് നമ്മൾ എടുക്കുന്നത്. ഇനി ഈ ചകിരി നമുക്ക് ഇതേപോലെയുള്ള ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ വലുപ്പത്തിലുള്ള ചെറിയ പീസുകളായിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മുഴുവൻ ചേരികളും നമ്മൾ ഇതേപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ചെറിയ പീസുകളൊക്കെ നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഉൾഭാഗവും അതേ തന്നെ പുറം ഭാഗത്തെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാ ചകിരിയുടെ പീസുകളും നമ്മൾ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയെടുത്തു. ഇനി നമ്മൾ ഇതേപോലെ ഒരു കാർഡ്ബോർഡ് എടുക്കുന്നുണ്ട്. ആ കാർഡ്ബോർഡിൽ നിന്ന് ഇതേപോലെ ഒരു റൗണ്ട് വെച്ചതിന് ശേഷം നമ്മൾ ഒരു 3-4 റൗണ്ട് പീസുകൾ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ കാർഡ്ബോർഡിൽ നിന്ന് റൗണ്ട് പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി ഇത് 2 പീസുകൾ വീതം വെച്ചതിന് ശേഷം നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മളത് ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ അതിലൊരു കാർഡ്ബോർഡ് പീസ് എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ചകിരിയുടെ പീസുകൾ ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മളത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലക്സ് കിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിത് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു പീസ് നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ അതിനോട് ചേർത്ത് രണ്ടാമത്തെ പീസ് ഇതേപോലെ ചെറിയ ഗ്യാപ്പ് വെച്ചതിന് ശേഷം നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അടിഭാഗം ആ ഒട്ടിക്കുന്ന ഭാഗം നമ്മൾ ഓരോന്നിനോട് ചേർത്ത് തന്നെയാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ റൗണ്ടിൽ നമുക്കിത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അതെല്ലാ പീസുകളും നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ എടുക്കുന്നത് ഇതേപോലെ മാസ്കിംഗ് ടേപ്പിൻ്റെ ഉൾഭാഗത്ത് വരുന്ന ആ കാർഡ്ബോർഡിൻ്റെ റിങ് നമ്മൾ എടുക്കുന്നുണ്ട്. അത് വെച്ചതിന് ശേഷം മുകൾ ഭാഗത്ത് ഇതേപോലെ അത് വെച്ചതിന് ശേഷം നമ്മളിത് ഓരോ പീസുകളും ഇതിലേക്ക് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ റിങ്ങിലേക്ക് നമുക്ക് ഓരോ പീസുകളും നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെറിയ ഗ്യാപ്പ് വെച്ചതുകൊണ്ട് സമമായ ഗ്യാപ്പ് വെച്ചുകൊണ്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അത് മുഴുവനായിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ഈ കാർഡ്ബോർഡ്, അതായത് നമ്മൾ ആ വെച്ച റിങ് ഉണ്ടല്ലോ, ആ റിങ്ങിൻ്റെ കാർഡ്ബോർഡിൻ്റെ മുകളിൽ നമ്മളിതാ ഇതേപോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം മരത്തിൻ്റെ പൊടി ഇതേപോലെ നമ്മൾ അതിൻ്റെ മുകളിൽ വിതറിയെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അടിഭാഗത്ത് വെച്ച കാർഡ്ബോർഡിൻ്റെ പീസിൽ നമ്മളിതാ ഇതേപോലെ ഗം അപ്ലൈ ചെയ്തതിന് ശേഷം മരത്തിൻ്റെ പൊടി നമ്മൾ വിതറിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് മുകൾ ഭാഗത്തും അടിഭാഗത്തും നമ്മൾ മരത്തിൻ്റെ പൊടിയൊക്കെ കൊടുത്തിട്ട് ആ കാർഡ്ബോർഡിൻ്റെ പീസുകളൊക്കെ ഇതേപോലെ മരത്തിൻ്റെ പൊടിയിൽ പൊതിഞ്ഞെടുത്തു. ഇനി നമ്മൾ എടുക്കുന്നത് ഇതേപോലെയുള്ള കയറാണ്. ആ കയർ നമ്മൾ അടിയിൽ ഭാഗത്ത് കൊടുത്ത കാർഡ്ബോർഡിൻ്റെ ബോർഡറായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ മുകൾ ഭാഗത്തും നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ എടുക്കുന്ന ഇതേപോലെ 2 വുഡ് പീസുകളാണ്. അപ്പോൾ ഇത് നമ്മുടെ ആപ്പിൾ പെട്ടിയുടെ ബോക്സിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ഇതേപോലെ എടുത്തതാണ്. അപ്പോൾ അത് നമ്മൾ ആദ്യം ഇതേപോലെ വെച്ചതിന് ശേഷം അതൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ പിറകു ഭാഗത്ത് നിന്ന് ഇതേപോലെ ആണി കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ബലപ്പെടുത്തിയെടുക്കുക. അപ്പോൾ ആണി കൊടുത്ത് നമ്മൾ ബലപ്പെടുത്തിയെടുത്തു. അപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മരത്തിൻ്റെ പീസുകൾ, അതായത് ഈ പലകയുടെ പീസുകൾ നമ്മൾ ചണച്ചാക്ക് എടുത്തതിന് ശേഷം ഗം അപ്ലൈ ചെയ്ത് ഈ ചണച്ചാക്കിൽ ഈ മരത്തിൻ്റെ പീസുകൾ നമ്മൾ പൊതിഞ്ഞെടുക്കും. അപ്പോൾ നമ്മുടെ വുഡ് പീസ് നമ്മൾ ചണച്ചാക്കിൽ പൊതിഞ്ഞെടുത്തു. ഇനി നമ്മളിതാ ഇതേപോലെയുള്ള കയർ എടുക്കുന്നുണ്ട്. ആ കയർ നമ്മളിതാ ഇതിൻ്റെ മുകളിൽ 2-3 ഭാഗത്തായിട്ട് ഇതേപോലെ ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്തായിട്ട് നമ്മൾ ഇതേപോലെ ഒരു 4-5 വരെ ചുറ്റിയെടുക്കുന്നുണ്ട്. അതേപോലെ 3 ഭാഗത്തായിട്ട് നമ്മളിത് ഇതേപോലെ കയർ ചുറ്റിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഒരു ഹോൾ തയ്യാറാക്കിയിട്ടുണ്ട്.
അപ്പോൾ ഈ ഭാഗത്ത് ഹോൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ ചകിരിയുടെ ഒരു പീസ് നമ്മൾ ഇതേപോലെ വെച്ചിട്ട് നമ്മളത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇതേപോലെ നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ചകിരി കൊണ്ട് തയ്യാറാക്കിയ ബോൾ നമ്മൾ എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിത് ഒരു ബൾബ് ബോർഡറും വയറിൽ ഫിറ്റ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ഇവിടെ ഹോൾ തയ്യാറാക്കിയ ശേഷം ഇതേപോലെ അത് കോർത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പലകയിലേക്ക് ഇത് ഇതേപോലെ കോർത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ആ പലകയുടെയും നമ്മുടെ ആ ബോളിൻ്റെയും നടുഭാഗത്ത് വരുന്ന ഭാഗത്ത് നമ്മൾ വയറിൽ ചകിരിയുടെ പീസുകൾ ഇതേപോലെ വെച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ വയറ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഒട്ടിച്ചെടുക്കുന്നത്. അതിനുശേഷം മുകൾ ഭാഗത്തേക്ക് വരുന്ന ആ ചകിരി നമ്മൾ ഒട്ടിച്ച് വെച്ച ചകിരിയുടെ മുകളിൽ നമ്മൾ വാഴനാര് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതേപോലെ നമ്മൾ വയറ് കാണാത്ത രൂപത്തിൽ നമ്മളത് ചുറ്റിയെടുത്തു. അപ്പോൾ നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള വാൾ ഹാങ്ങിങ് ലൈറ്റ് ഇതേപോലെ നമുക്ക് വാളിൽ നമുക്ക് ഫിറ്റ് ചെയ്യാം. ഇതിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മളൊരു മരത്തിൽ കെട്ടി വെച്ചതാണ്. അപ്പോൾ അത് നമ്മുടെ ലൈറ്റൊക്കെ നന്നായിട്ട് കത്തുന്നുണ്ട്. ഈ രാത്രി കാഴ്ചകൾ കൂടി നമുക്ക് കാണണം. അപ്പോൾ ഒരു തേങ്ങ പൊതിച്ച ചകിരി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്തെടുത്ത ഈ വ്യത്യസ്തമായിട്ടുള്ള ക്രാഫ്റ്റും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ എത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.